അല്ല, അങ്ങനെയൊക്കെ അദ്ദേഹം അവകാശപ്പെടട്ടെ. എൻ്റെ മാന്യ സുഹൃത്താണ് CVD സതീശൻ. പക്ഷെ അദ്ദേഹം ഏതോ ഒരു ചടങ്ങിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി തൊഴുതു നിൽക്കുന്നൊക്കെ ആയിട്ടൊരു രംഗം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. അതോ പിന്നെ എൻ്റെ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പോരായ്മ ഉള്ളതുകൊണ്ട് സംഭവിച്ചതാണോ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ ഒരു വസ്തുതയുണ്ട്. ഇതൊന്നും CPIM-നോ ഇടതുപക്ഷത്തിനോ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ സമീപനം പിന്തുടർന്നവർക്കോ ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതെല്ലാം കൂസലില്ലാതെ ചെയ്തിട്ടാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ച് പറയേണ്ടതാണ്. എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചില മണ്ഡലങ്ങളിൽ നടക്കുന്നത്? എന്താണ് അത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടക്കാറുണ്ട്. അതൊക്കെ ചില വളരെ വ്യക്തമായ ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ ജയത്തെക്കാളും വലിയൊരു കാര്യമില്ല. എങ്ങനെ ജയിച്ചാലും വിജയം തന്നെയാണ്. പക്ഷെ നീതിരഹിതമായ ജയം, അവസരവാദപരമായ സഖ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുള്ള ജയം. തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് BJP-യുടെ ഒരു MLA വരിക എന്നുള്ളതായിരുന്നു 1991 ധാരണ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ട്. കരുണാകരന്റെ നേതൃത്വത്തിൽ 1991 1987 ജയിച്ചിട്ട് ഒരു വർഷം നേരത്തെയാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇല്ല. അപ്പോ ഇവിടെയാണ് ഒരു ആളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് അദ്ദേഹത്തെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് BJP-ക്ക് വേണ്ടി. നിങ്ങൾക്ക് BJP-ക്ക് നിയമസഭയിൽ ആരും ഉണ്ടായിട്ടില്ല അതുവരെ. പിന്നെ UDF-ന്റെ നിയമത്തെ സ്ഥാനാർത്ഥിയെ ബലി കൊടുത്തിട്ടാണ് വന്ധ്യവയോധിനായ BJP-യുടെ ഒരാൾ നിയമസഭയിലേക്ക് ആദ്യം വരുന്നത്. അത് പിന്നീട് സംഭവിച്ചതാണ്. ഇത് കൃത്യമായി തീരുമാനിച്ചതാണ്. 2 സീറ്റിൽ പരസ്യമായിട്ടാണ്. പാർലമെന്റ് സീറ്റിൽ രത്നസിംഗ് വടകരയിൽ നിന്ന് BJP-യുടെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതു സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണനെതിരായിട്ട്. ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ BJP-യുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പൊതു സ്ഥാനാർത്ഥി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ഡോക്ടർ മാധവൻകുട്ടി. ഇതൊക്കെ മറന്നുപോകാൻ കഴിയൂ? അപ്പൊ നഗ്നമായി ഇത്തരം സഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിച്ചു നോക്കിയവരാണ്. ഒരു അസംബ്ലി മണ്ഡലവും ഒരു പാർലമെന്റ് മണ്ഡലവും BJP-ക്ക് തീരെഴുതി കൊടുത്തവരാണ്. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര എന്നുള്ള പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.